ബന്ധം മുറിഞ്ഞതിന് ഇനി ഇതിൻ്റെ ആവശ്യമില്ല ഗോപിക. ആ സെൽഫോൺ മടക്കി കിട്ടിയത് തെറ്റായ സമയത്തായിരുന്നു. ഇന്ന് അച്ഛൻ്റെ പിറന്നാളാ. അതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരിക്കുമെന്നാ ഞാനും കരുതിയത്. പക്ഷെ ഗോപി സെൽഫോൺ മടക്കിയതാണെന്ന് അറിഞ്ഞപ്പോ അവൻ വല്ലാതെ തകർന്നുപോയി. വേദനിപ്പിക്കാനൊന്നും ആയിരുന്നില്ല, പക്ഷെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അച്ഛനെ ഇനി എന്റെ ചുമലിൽ കെട്ടിയിടാൻ വയ്യ. എനിക്ക് വേണ്ടി അച്ഛൻ നശിക്കരുത്. സ്വന്തം ജീവിതം സന്തോഷമായിട്ട് തന്നെ അച്ഛൻ ജീവിക്കട്ടെ. ഗോപിക എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഗോപിക, ഗോപി കുട്ടി ആ സത്യം അറിഞ്ഞു. മൈ ഗോഡ്, നിങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടും വളരെ വ്യക്തമായി തന്നെ ഞാൻ അറിഞ്ഞു. പക്ഷെ കുറെ വൈകിപ്പോയി. ആരാ നിന്നോട് ഇത് പറഞ്ഞത്? എന്തിനതറിയണം? എന്നോട് സത്യം പറഞ്ഞവരെ പഴിക്കാനോ? വേണ്ട, നിങ്ങളെക്കാളൊക്കെ വലിയ മനസ്സുള്ളവരവര്. ഡോക്ടറും ഏട്ടനും അച്ചും എല്ലാം എനിക്ക് ചുറ്റും നിന്ന് അഭിനയിക്കുകയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ എത്ര തകർന്നു എന്നറിയൂ. കുട്ടി, അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. പക്ഷെ എനിക്കത് സഹിക്കാനായില്ല. ഞാൻ ഉടനെ മരിക്കൂ എന്നതിനേക്കാൾ എന്നെ സങ്കടപ്പെടുത്തിയത് നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ വെട്ടിയാക്കി എന്നറിഞ്ഞപ്പോഴും. മരിക്കാൻ പോകുന്ന എന്റെ പിടിയിൽ നിന്ന് അച്ഛനെ ഒഴിച്ചുവിടാൻ എന്റെ ഏട്ടനും ഡോക്ടറും ഒത്തിരി കഷ്ടപ്പെട്ടു. ഒരു സങ്കടമേ ഉള്ളൂ, അതൊന്നും തിരിച്ചറിയാനുള്ള ബുദ്ധി ഈശ്വരൻ എനിക്ക് തന്നില്ലല്ലോ. ഇനി ഡോക്ടർക്ക് സമാധാനിക്കാം. അച്ഛനെ ഞാൻ തീർത്തും ഒഴിവാക്കി. അയാളുടെ ജീവിതത്തിൽ മുറുക്കിയ കെട്ട് ഞാൻ തന്നെ അഴിച്ചു കളഞ്ഞു. അച്ചു ഇപ്പോൾ സ്വതന്ത്രനാണ്. ആയിരിക്കാം, അവന്റെ അമ്മയായ എനിക്കും സന്തോഷമായിട്ടുണ്ടാവാം. പക്ഷെ എന്റെ അച്ചു ആകെ തകർന്നു കഴിഞ്ഞു. നീ അവനെ ഒഴിവാക്കിയ നിമിഷം മുതൽ എനിക്ക് എന്റെ അച്ചുവിനെ തീർത്തും നഷ്ടമായി. അച്ചു ഇപ്പൊ മറ്റൊരാളാണ്. നമ്മുടെ അച്ചുവിനെ നമുക്ക് നഷ്ടപ്പെടുകയാണ് മോളെ. But I am helpless. അങ്ങനെ പറയരുത് മോളെ.
ഞാൻ ഒരാളാണ് ഈ തെറ്റിനെല്ലാം കാരണം. അച്ചുവിനെ നിന്നിൽ നിന്ന് അകറ്റാനുള്ള നാടകം ജയമോഹൻ കളിച്ചത് എനിക്ക് വേണ്ടി മാത്രമാണ്. പക്ഷേ എന്റെ അച്ചുവിന് ഒരിക്കലും നിന്നെ പിരിയാൻ ഒക്കില്ല, ഒരിക്കലും. വേണ്ട ഡോക്ടർ, മുറിച്ചു മാറ്റിയൊരു ബന്ധത്തെ കൂട്ടിയിണക്കാൻ ശ്രമിക്കണ്ട. അത് അവസാനിച്ചു എന്നേക്കുമായി. ഇല്ല, ഒരിക്കലും അത് അവസാനിക്കില്ല. ഒരുപക്ഷെ നിനക്കതിന് കഴിയുമായിരിക്കും, പക്ഷെ എന്റെ മകന് അതിന് കഴിയില്ല. നീ തീർത്തും കൈയൊഴിഞ്ഞു എന്നറിഞ്ഞ അവന്റെ ഹൃദയം തകരും. മോളെ, യാചിക്കാണ് ഞാൻ, എന്റെ അച്ഛന് കൈയൊഴിയരുത്. എന്തൊരു പരീക്ഷണോ ഇത് ഡോക്ടർ? എന്തിനാ എന്നെ വെറുതെ വിട്ടൂടെ? മോളെ, എന്നെ ഒരു അമ്മയായി കാണാൻ നിനക്ക് കഴിയൂ. എന്റെ മകന് വേണ്ടിയാണ് നിന്നെ അകറ്റാൻ ഞാൻ ശ്രമിച്ചത്. അതേ മകന് വേണ്ടി ഞാനിപ്പോ യാചിക്ക. ഈ അമ്മയുടെ തെറ്റുകൾ നീ പൊറുക്കണം. എന്റെ മോള് മടങ്ങി വരണം. പ്ലീസ്, പ്ലീസ്. കരയരുത്, എനിക്ക് വേണ്ടി അമ്മ കരയരുത്. തീരെ വിലയില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി ഇങ്ങനെ യാചിക്കാനും പാടില്ല. മോളെ, എനിക്കിപ്പോ വിലപ്പെട്ടത് നീ മാത്രമാണ്. ഒരല്പ സ്നേഹം എന്റെ അച്ഛനോടുണ്ടെങ്കിൽ നീ അവനെ കാണണം. കാണൂലേ? കാണാം. അച്ഛനെ എങ്ങനെ എനിക്ക് വെറുക്കാൻ കഴിയും? കാണാം, കണ്ടോളാം. എന്നിട്ട് അവന്റെ കൈ പിടിച്ച് നീ എന്റെ വീട്ടിലേക്ക് വരണം. മരുമോളായിട്ടല്ല, അന്ന് പറഞ്ഞതുപോലെ മകളായിട്ട്. ഈ അമ്മയോട് നീ പൊറുക്കണം. തെറ്റ് ചെയ്തു പോയി. ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല, ഒന്നും. അമ്മ വിഷമിക്കരുത്, എല്ലാം അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കും. ഞാൻ പോട്ടെ.
ഞാൻ എല്ലാം അറിഞ്ഞു. ഡോക്ടർ അപർണ വിളിച്ചിരുന്നു. ഒടുവിൽ എല്ലാം മാറി മറിഞ്ഞു. എന്റെ തീരുമാനങ്ങളെല്ലാം തിരുത്തേണ്ടി വന്നു. അതിൽ എന്റെ മോക്ക് സങ്കടമുണ്ടോ? സങ്കടവും എനിക്കോ? ഒരിക്കലുമില്ല. എനിക്കൊരു നിമിഷം മതി. ഞാൻ പറഞ്ഞിട്ടില്ലേ, തീപന്തം പോലെ ആളിക്കത്തണം, എന്നിട്ട് അണഞ്ഞോട്ടെ. സന്തോഷമായിട്ടിരിക്കുമ്പോൾ മടങ്ങിപ്പോ. സത്യം പറഞ്ഞ ഇപ്പോഴും ഒരാശ്വാസമായത്. അയ്യേ, ചേട്ടൻ പോലീസിന്റെ കണ്ണ് നിറയുന്നത് കാണാൻ ഒരു രസമില്ല. ബോറാട്ടോ അത്. എന്റെ മോളെ ഏട്ടൻ ഒത്തിരി വിഷമിപ്പിച്ചു. ഏട്ടനോട് ക്ഷമിക്കണം. ഏട്ടാ, അങ്ങനൊന്നും പറയല്ലേ. എനിക്കത് സഹിക്കാനാവില്ല. പ്ലീസ്. ഇല്ല, ഇനി ഒന്നും പറയില്ല. കഴിഞ്ഞതെല്ലാം ഏട്ടൻ മറന്നു. എല്ലാം എല്ലാം. ഒരു നീണ്ട രാത്രി കഴിഞ്ഞ അവസ്ഥയിലാണിപ്പോൾ അമ്മ. കുട്ടിക്കാലം മുതലേ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി അമ്മമാര് പലതും ചെയ്യാറുണ്ട്. മോന്റെ കാര്യത്തിൽ നീ വലുതായപ്പോഴും അമ്മ അത് തുടർന്നു. അവിടെയാണ് ഈ അമ്മയ്ക്ക് തെറ്റുപറ്റിയത്. നിന്നെ നിന്റെ വഴിക്ക് വിടണമായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് അതിന് കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറെ കാലമായിട്ട് കൂരിരുട്ടിലാണ് ഞാൻ. എന്റെ മോന് നല്ലത് വരാൻ വേണ്ടി ചെയ്തതെല്ലാം തെറ്റായി തീർന്നു. അമ്മ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു എന്നറിയാം. പക്ഷെ ഇപ്പോ നല്ല ആശ്വാസമുണ്ട്. നിനക്ക് നഷ്ടമായത് വീണ്ടെടുത്ത് തരാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. ഇപ്പോ അതാണ് എന്റെ സന്തോഷം. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? നിന്റെ ഗോപിക നിന്നെ വിട്ട് ഒരിടത്തേക്കും പോകുന്നില്ല. ഓ, അവൾ അങ്ങനെ പറഞ്ഞു? അമ്മ വാക്ക് വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. പോവുകയാണെങ്കിൽ ഇനി അവള് ഒരിടത്തേക്ക് പോവുള്ളൂ. എന്റെയും എന്റെ അച്ഛൻ്റെയും വീട്ടിലേക്ക്. സത്യം? സത്യം. ഇനി നാളെ നീ അവളെ ഒന്ന് കാണണം. അതോടെ മഞ്ഞിന്റെ അവസാനത്തെ കണവും ഒരുകണം. നാളെ ഗോപിയെ നീ കാണുമല്ലോ? കാണും, ഉറപ്പായിട്ടും കാണും. നല്ല കുട്ടി. അമ്മേ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
എനിക്കിപ്പോ അമ്മയില്ലെന്ന് തോന്നാറേ ഇല്ല. ഈ കടൽ എൻ്റെ അമ്മയെ പോലെയാ. പലവട്ടം ഇവിടെ വന്നിട്ടും ഒരിക്കലും നീ ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അച്ഛനെ കാണാത്ത ദിവസങ്ങളിൽ അത് സംഭവിച്ചത്. എനിക്കിനി അധികം നാളുകളില്ലെന്ന് തീർച്ചയായ ദിവസം. ഇപ്പോഴും എനിക്കറിയില്ല അച്ചോ, ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന്. ഏതോ ഒരു ശക്തി പിടിച്ചു വലിച്ചതുപോലെ എന്നെ ഇവിടെ എത്തിച്ചു. മരിക്കുന്നതിലായിരുന്നില്ല ദുഃഖം. അച്ഛനെ ഏട്ടനെയൊക്കെ പിരിഞ്ഞ് എങ്ങനെ പോകുന്നോർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഇതുപോലൊരു അസ്തമയമായിരുന്നു. പെട്ടെന്ന് ആരോ മാറിൽ ചേർക്കുന്നത് പോലെ തോന്നി. അമ്മയുടെ സാന്ത്വനം പോലെ. ഞാൻ അറിയാതെ ഒരുപാട് കരഞ്ഞു. എൻ്റെ ജീവിതത്തിൽ അത്രയ്ക്ക് ഞാൻ കരഞ്ഞിട്ടേ ഇല്ല. അന്ന് ഈ അമ്മ എൻ്റെ അരികിലുള്ളതുപോലെ തോന്നി. കുറെ കഴിഞ്ഞപ്പോൾ എനിക്കൊരാശ്വാസമായി. പിന്നെ വീട്ടിലേക്ക് ആരോരും അറിയാതെ മനസ്സിലൊളിപ്പിച്ച് ഇത്രയും കൊണ്ടു നടക്കാൻ എനിക്ക് സാധിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ സത്യമറിഞ്ഞ നിമിഷം നിനക്ക് എന്നെ വന്ന് കാണാമായിരുന്നു. നിന്റെ സുഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കേണ്ടതല്ല ഞാൻ. അന്ന് എനിക്ക് അങ്ങനല്ല തോന്നിയത്. രോഗിയായ എന്നോടുള്ള സഹതാപം എല്ലാവർക്കും എന്നായിരുന്നു എൻ്റെ വിചാരം. കഷ്ടം ഗോപി, സഹതാപം ഒരിക്കലും പ്രണയമാവില്ല. നിന്റെ ഹൃദയം ഞാൻ മോഷ്ടിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ആ ഹൃദയത്തിന് കുഴപ്പമുണ്ടാവുമെന്ന്. പിന്നീട് അത് തിരിച്ചറിഞ്ഞപ്പോഴും അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാവരും ഒഴിഞ്ഞു മാറിയല്ലേ പതിവ്. അച്ചു എന്താ എന്നെ വിട്ടു പോവാതിരുന്നത്? എന്റെ ഹൃദയം നിന്റെ കയ്യിലല്ലേ, പിന്നെങ്ങനെ ഞാൻ ഒഴിഞ്ഞു പോവും? ഞാനത് തിരിച്ചു തന്നല്ലോ. ഹേയ്, എനിക്കത് തിരികെ കിട്ടിയില്ല. നീ എറണാകുളത്തേക്ക് എന്റെ ഹൃദയം കൊണ്ട് പോകാൻ തീരുമാനിച്ചത്. അതെങ്ങനെ ശരിയാവും? അതാ ഞാൻ ഉടക്കിയത്. നോക്ക്, എനിക്കിനി അധികം നാളുകളില്ല. അതറിഞ്ഞിട്ടും അച്ചു എന്തിനാ സ്വന്തം ജീവിതം ഇങ്ങനെ? മതി, ഇനി ഒരിക്കലും ഇങ്ങനെ പറയരുത്, ഒരിക്കലും. ഇയാൾ എന്തൊരു സെന്റിമെന്റലാ. എന്താ മരണത്തെക്കുറിച്ച് പറഞ്ഞ പേടിയാ? എടോ മനുഷ്യ, ഞാൻ ഇനി അങ്ങനെയൊക്കെ പറയും. മരണത്തെ എനിക്ക് പേടിയില്ല. കാരണം എനിക്കുള്ള വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ആദ്യം പോയേ മതിയാവും. നീ ആദ്യം പോയാ എന്റെ ഹൃദയം നിന്റെ കൂടെ ഉണ്ടാവും. ഇനിയിപ്പോ ഞാൻ ആദ്യം പോകുന്നതെന്ന് കരുതുക. അപ്പോഴും എന്റെ ഹൃദയം ഈ ഗോപിയോടൊപ്പം തന്നെ ഉണ്ടാവും. എന്താ, അതുപോലെ? ഓ, ഗ്രേറ്റ് ഡയലോഗ്. പക്ഷേ ഈ വാക്ക് മാറുമോ? ഈ ജന്മത്തതുണ്ടാവില്ല. മതി, എനിക്ക് ഇത്രയും കേട്ടാ മതി. വാ. ഏട്ടാ, ആ, അപ്പൊ നമ്മുടെ പണി ഇയാളെ ഏറ്റെടുത്തല്ലോ. അതെ, ഇനി ഇയാൾക്ക് ഈ അടുക്കളയിൽ സ്ഥാനമില്ല. ഓ, ഉത്തരവ്. ഹലോ, ജയമോഹൻ, ഞാൻ അപർണയാണ്. എന്താ ഡോക്ടർ? എന്റെ മോളെ ഇന്നൊന്ന് വിട്ടുതരണം. വിരോധമുണ്ടോ? അയ്യോ, ഇതാ ഇപ്പൊ തന്നെ അങ്ങ് എടുത്തോളൂ. കക്ഷി ഇവിടെ ഉണ്ട്, കൊടുക്കണോ? പ്ലീസ്. അമ്മായിയമ്മ. ഒന്ന് പോയേട്ടാ. ഹലോ ഗോപിക, എന്റെ മോന്റെ ബർത്ത്ഡേ നീ നശിപ്പിച്ചു. അതിന് കോമ്പൻസേഷൻ വേണം. കോമ്പൻസേഷനോ? അതെ, ഇന്നത്തെ ലഞ്ചിന് നീ ഞങ്ങളുടെ കൂടെ കൂടണം. ഹോട്ടൽ ഷാങ്ക്രിലയിൽ. എന്താ, റെഡിയല്ലേ? പിന്നെ 1000 വട്ടം റെഡി. വെരി ഗുഡ്. അപ്പൊ നമുക്ക് നേരിൽ കാണാം. ഓക്കെ. എന്താ അമ്മായിയമ്മ പറഞ്ഞത്? അത് ഞങ്ങൾ അമ്മയും മോളും തമ്മിലുള്ള രഹസ്യം. ഈ പോലീസ് അറിയണ്ട. ആ, എന്താടി ഇത്ര വലിയ രഹസ്യം? രഹസ്യം കുറെ ഇയാളും കൊണ്ട് നടന്നതല്ലേ. ഇനി എന്റെ ഊഴ. ഓക്കെ. ഓ,
കൊതി അത് എനിക്കുള്ളതാ. നീ വറുത്തവും പോയിച്ചൊന്നും കൂടുതൽ കഴിക്കണ്ട. കണ്ടോ അമ്മേ, എന്റെ ചിക്കൻ ഫ്രൈയും കൂടി അവൻ എടുത്തു. ഇതാണ് എന്റെ മോൻ. ഇഷ്ടമുള്ള ഫുഡ് കണ്ടാ പിന്നെ ആരുടെ പാത്രത്തിൽ നിന്നും കൈയിട്ട് വരും. എടാ തടിയാ, കുറേശ്ശെ തിന്ന്. എന്നാ, ഇത് നീ തിന്നു. എന്നെ തടിയാന്നങ്ങനെ വിളിച്ച ഈ ചിക്കനും കൂടെ തിന്നിട്ട് നിന്നെ ഞാൻ കൊല്ലും. ആശ്വാസം. എന്തായാലും തിന്നു കഴിഞ്ഞിട്ടേ എന്റെ മോൻ നിന്നെ കൊല്ലൂ. നീയും കഴിച്ചോളൂ. എടാ ഗുണ്ടാപ്പി, നീ പൊടി കുറങ്ങ. എന്റെ അമ്മ ഈ സാധനത്തിന്റെ ആർത്തി കണ്ടില്ലേ? ഇത്രയും കാലം പട്ടിണി കിട്ടിരിക്കുവായിരുന്നു. എന്റെ മോളെ, ഇവൻ കാരണം എനിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പോലും നേരം കിട്ടാറില്ല. പരദൂഷണം പറയാൻ ഒരാളെ കിട്ടിയപ്പോഴേക്കും സർജൻ അങ്ങ് തറയായി. എടാ ചെറുക്ക, അമ്മയെ കളിയാക്കരുത്. ദേ, ഈ പുതുമോടി കണ്ടൊന്നും മോള് ഭ്രമിക്കല്ലേ. സർജനാണ് മോഡേൺ ആണെന്നും വിചാരിക്കണ്ട. അമ്മായിയമ്മ എന്നും അമ്മായിയമ്മ തന്നെ. അത് പൊന്നുമോള് മറക്കരുത്. അച്ചു വേണ്ട. അല്ല, കല്യാണം കഴിക്കുന്ന നേരത്ത് അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല ഒരു അമ്മായിയമ്മ? കണ്ടില്ലേ മാഡം സൈലന്റ് ആയത്? ഭൂതകാലത്തെ കുറിച്ച് ചോദിച്ചാ കക്ഷി ഇങ്ങനെ. അച്ചു, ഇത് ശരിയല്ലമ്മേ. അച്ഛന്റെ സംശയങ്ങൾ തീർത്തു കൊടുക്കുക തന്നെ വേണം. എന്ത് സംശയം? ഉദാഹരണത്തിന് അച്ഛന്റെ അച്ഛന്റെ കാര്യം തന്നെ എടുക്കാം. He knows nothing about his father. ഗോപി പറയുന്നത് കറക്റ്റ്. ഇന്ന് വരെ എൻ്റെ ഒരു ചോദ്യത്തിനും ഇദ്ദേഹം കൃത്യമായിട്ടൊരു മറുപടി തന്നിട്ടില്ല. ശരിയല്ലേ അമ്മേ? അത് വളരെ മോശമാമേ. നിർത്ത്. അച്ഛനെ കുറിച്ച് ഗോപികയ്ക്കാണോ അറിയേണ്ടത്, അതോ അച്ചുവിനാണോ? എനിക്കറിയണ്ട, അച്ഛനോട് പറഞ്ഞാൽ മതി. ഓക്കെ, എങ്കിൽ ഇന്ന് രാത്രി ഞാൻ അതെല്ലാം നിന്നോട് പറയാം. അല്ല, അമ്മയ്ക്ക് വിഷമമായോ? എന്തിന്? എന്നായാലും ഞാനത് നിന്നോട് പറയണമല്ലോ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഇതാണ് ശരിയായ സമയം.